ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുള്ള സംഭവമാണ് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. നമ്മുടെ വീട്ടിനകത്ത് ധാരാളമായിട്ട് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ സ്കിൻ റാഷസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവും, നമുക്ക് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടൻ എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്, ഗ്ലൂട്ടൻ ഒരുപാടധികം നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ആർക്കൊക്കെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രതിവിധി, എങ്ങനെയാണ് നമുക്ക് ഇതിനെ നേരിടാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അവസാനം വരെ നിങ്ങൾ കാണുക. ഓരോ പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒട്ടിലടിക്കാതെ തന്നെ നേരെ നമ്മുടെ പോയിന്റ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്ലൂട്ടൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസോലബിൾ പ്രോട്ടീൻ ആണ്. ഇൻസോലബിൾ എന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇൻസോലബിൾ കാർബോഹൈഡ്രേറ്റ് ആണ് ഫൈബർ എന്നുള്ള പറയാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഫൈബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദഹിക്കത്തില്ല. അത് ദഹിക്കാത്തത് കൊണ്ടാണ് അതിന് നമ്മൾ ഇൻസോലബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ പറയുന്ന ഗ്ലൂട്ടൻ ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടനും ഗ്ലൈഡിനും കൂടി ചേർന്നിട്ടാണ്. ഈ ഗ്ലൂട്ടനിൻ അതുപോലെ തന്നെ ഗ്ലൈഡിൻ എന്ന് പറയുന്ന രണ്ട് പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഗ്ലൂട്ടൻ എന്തിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീവറേജസിലൊക്കെ ധാരാളമായിട്ട് ഗ്ലൂട്ടൻ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ധാന്യങ്ങൾ, അതായത് നമ്മുടെ വീറ്റ്, അതുപോലെ വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോതമ്പ്, അതുപോലെ ബാർലി, അതുപോലെ മൈദ, ഇതിനകത്തെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അതും കാണാറുണ്ട്. മൈദ കൊണ്ടൊന്നല്ല, ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ പറഞ്ഞ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഫുഡിലും കാണാറുണ്ടാകും. ഈ മദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ധാന്യങ്ങളിൻ്റെ അകത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, അതിനകത്ത് ധാരാളമായിട്ട് ഗ്ലൂട്ടൻ്റെ എമൗണ്ട് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് കിട്ടുന്നതിലും കൂടുതൽ ഗ്ലൂട്ടൻ എമൗണ്ട് ഈ പറയുന്ന മദ്യത്തിൻ്റെ അകത്തൊക്കെ കാണും. അപ്പോൾ അതാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പറയുന്ന ഗ്ലൂട്ടൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് ഗ്ലൂട്ടൻ ഉണ്ടാകുന്നത്, അതുപോലെ ഏതൊക്കെ ഫുഡിലാണ് ഈ പറയുന്ന ഗ്ലൂട്ടൻ ഉള്ളതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ ഈ ഗ്ലൂട്ടൻ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിയാക് ഡിസീസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. സീലിയാക് ഡിസീസസ്, അതുപോലെ തന്നെ നമുക്ക് വീറ്റ് അലർജി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്, വീറ്റ് അലർജി. അതുപോലെ തന്നെ നമുക്ക് നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ കാറ്റഗറിയിലോട്ട് പോകും. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീറ്റ് അലർജി ഉള്ളവർ. വീറ്റ് അലർജി എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഈ പറയുന്ന വീറ്റ് കൊണ്ടുണ്ടാക്കി എന്ത് ഫുഡും ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ വീറ്റ് പുട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ പൊറോട്ട ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവരുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ അതിന് പ്രിക്കോഷൻസ് എടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെയുള്ള ചില സംഭവങ്ങൾ എടുക്കുക. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലർജറ്റിക് ആയിട്ടുള്ള ഒരു റിയാക്ഷനായും ആ പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം എടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന കണ്ടീഷൻ, മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ഒരു കണ്ടീഷൻ, നമുക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പറയുന്ന ഈ വീറ്റ് അലർജി ഉള്ളവർക്ക് കാണാറുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് സീലിയാക് ഡിസീസ് ഉള്ളവർ. അപ്പോൾ സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും ഈ പറയുന്ന സീലിയാക് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീലിയാക് ഡിസീസ് ഉള്ളവർ ഈ പറയുന്ന രീതിയിലുള്ള ഗ്ലൂട്ടൻ ഫുഡുകൾ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അവരുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഈ ഗ്ലൂട്ടൻ ചെന്നിട്ട് ഈ ഇൻഡസ്റ്റൈൻ ഉണ്ടല്ലോ, നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ലൈനിങ്ങിനെയൊക്കെ തകർത്ത് കളയും. അപ്പോൾ ലൈനിങ്ങിന് തകർത്ത് കളയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ധാതുലവണങ്ങൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഫുഡിൻ്റെ അകത്ത് കിട്ടുന്ന ധാതുലവണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ധാരാളം പ്രശ്നങ്ങൾ, അതായത് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാകും, അതുപോലെ ശരീരം മര്യാദയ്ക്ക് വളരത്തില്ല, അതുപോലെ തന്നെ എല്ലുകൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് എന്താ പറയേണ്ടത്, നമുക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രോബ്ലംസ്, ഡിപ്രഷന്, അതുപോലെ തന്നെ ഗ്യാസ്, നമ്മുടെ ശരീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറിയിട്ട് നമ്മുടെ ഒരു വയറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഒരു കണ്ടീഷൻ, അങ്ങനെയുള്ള പ്രോബ്ലംസ്, പല പ്രശ്നങ്ങൾ, വയർ കമ്പിച്ചിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ബ്ലോട്ടിംഗ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ബ്ലോട്ടിംഗ് പോലുള്ള പ്രോബ്ലംസ്, ഇതിങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീലിയാക് ഡിസീസ് ഉള്ളവർ ഒരു കാരണവശാലും ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ് കഴിക്കരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ബാർലി, അതുപോലെ വീറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മൈദ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബിയർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കരുത്. അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു കാറ്റഗറി, അതായത് സീലിയാക് ഡിസീസ് ഇല്ലാത്തവർക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ. നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന രീതിയിലുള്ള സെയിം പ്രശ്നങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ വയറിൽ നമുക്ക് ഈ ബ്ലോട്ടിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതുപോലെ ഗ്യാസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം അവർക്കും കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിനും ഉപരിയായിട്ട് വേറൊരു തരം ആളുകളുണ്ട്. വേറൊരു വിഭാഗത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ പറയുന്ന ഒരു കുറേ ഡിസീസസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏതായാലും ഇത് കേട്ടിട്ട്
നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം ആളുകൾ ഈ പറയുന്ന ഗ്ലൂട്ടനെ പറ്റിയും അതുപോലെ വീറ്റിൻ്റെ പ്രോബ്ലംസിനെ പറ്റിയും ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഒരുപാടധികം ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു എഫക്റ്റിന് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നൊസീബോ എഫക്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്ലസീബോ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പ്ലസീബോ എഫക്റ്റ് എന്താണ്? അതായത് നമ്മൾ ചില മെഡിസിൻസ് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടർ നമുക്ക് ചിലപ്പോൾ വെറും പച്ചവെള്ളമായിരിക്കും തരുന്നത്. പച്ചവെള്ളം തന്നിട്ട് ഇത് കഴിച്ചാൽ മതി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് അസുഖം മാറിക്കോളും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താണ് അത് ആ മരുന്ന് കഴിക്കും, അത് മരുന്നായിട്ട് നമ്മൾ കഴിക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അസുഖം പോവുകയും ചെയ്യാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് വെച്ച് അത് പ്രോബ്ലം അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ പ്ലസീബോ എഫക്റ്റ്. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു, നമുക്ക് ഈ പറയുന്ന ഒരു വെള്ളം ആണെങ്കിൽ പോലെ അത് മരുന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖം പോകുമെന്ന് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പം ആ ചിന്ത കൊണ്ട് മാത്രമാണ് ആ പറയുന്ന ഒരു അസുഖം പോകുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്നത്. പ്ലസീബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണെങ്കിൽ നൊസീബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഗോതമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇനിയിപ്പം എനിക്കും ഇത് പറയുകയാണെങ്കിൽ ഗ്യാസ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് നൊസീബോ എഫക്റ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത കൊണ്ടുണ്ടാകുന്നവരുമുണ്ട്. അത് വേറൊരു വിഭാഗം ആളുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആളുകളിലാണ് ഈ പറയുന്ന ഗ്ലൂട്ടന് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാവരിലും ഗ്ലൂട്ടൻ പ്രശ്നം ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില സിംറ്റംസ് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗ്ലൂട്ടൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. നിങ്ങളൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഇതെങ്ങനെയാണ് ഈ ഗ്ലൂട്ടൻ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊടുക്കുക തന്നെ ഗ്ലൂട്ടൻ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ് തകർക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് നമുക്ക് ന്യൂട്രീഷൻ ഒന്നും വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാത്തതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ വേറൊരു വിഭാഗം ആളുകൾ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ഒരു ഗ്ലൂക്കോസ് നമ്മൾ ഫ്രുക്ടാൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രുക്ടാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ദഹിക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ പറയുന്ന സിംറ്റംസ് ഉണ്ടാക്കുന്നതെന്നാണ് വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രുക്ടാൻസ് കാരണമായിരിക്കാം നമുക്ക് ഈ പറയുന്ന ഗ്യാസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഈ പറയുന്ന ഗ്ലൂട്ടൻ, ഈ പറയുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ പല രീതിയിലും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവരെല്ലാവരും തന്നെ 3 നേരം ചിലപ്പോൾ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഫുഡ് തന്നെയാണ്, ചപ്പാത്തിയൊക്കെ തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മൾ മലയാളികളിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഗോതമ്പ് കഴിക്കത്തുമില്ല. നമ്മൾ കഴിക്കുന്നത് കൂടുതലായിട്ടും അരിഭക്ഷണമാണ് നമ്മളെല്ലാവരും കൂടുതൽ കഴിക്കുന്നത്. പക്ഷേ എന്നാലും ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഗോതമ്പ് കഴിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ചിലരിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സീലിയാക് ഡിസീസ് ഉള്ളവർ, അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീറ്റ് അലർജി ഉള്ളവരിലൊക്കെ ഇങ്ങനെ പ്രോബ്ലംസ് കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നൊസീബോ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന അസുഖങ്ങൾ വരുത്തി വെക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഓവറായിട്ടൊന്നും കഴിക്കരുതെന്നേ ഉള്ളൂ. ഈ പറയുന്ന ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകൾ ഓവറായിട്ട് ഒന്നും തന്നെ കഴിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഗ്ലൂട്ടൻ ഈ പറയുന്ന ഫുഡിനകത്തൊക്കെ ഉള്ളത്, ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ മാവ് എടുത്തിട്ട് നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടിച്ചേരാറില്ല. ശരിക്കും ഒരു പശപശപ്പ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അതിനൊരു ഇലാസ്റ്റിസിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്, അത് എന്താണ് സഹായിക്കുന്നത്? ആ പശപശപ്പിനും ആ പറയുന്ന ഇലാസ്റ്റിസിറ്റിക്കും ഒക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്ലൂട്ടനാണ്. ഈ ഗ്ലൂട്ടൻ കാരണമാണ് ഈ പറയുന്ന പശപശപ്പും ഈ പറയുന്ന ഒരു ഇലാസ്റ്റിറ്റിയും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ഗോതമ്പാവിനൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന ഗ്ലൂട്ടൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് തന്നെ ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.